ഹായ് അസ്സലാമലൈക്കും. നമുക്കിന്ന് വ്യത്യസ്തമായ ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. ഒരു ചെറിയ സവാള, 2 പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞ് 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് സവാളയും പച്ചമുളകും ചേർത്ത് നല്ലവണ്ണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ തേച്ച് ഈ മിക്സ് ഒന്ന് ഒഴിച്ച് സ്റ്റീമറിൽ ഒരു 5-10 മിനിറ്റ് ആവിയേറ്റിയെടുക്കാം. അതിനുശേഷം ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ചോറിലേക്ക് ആവശ്യമായ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഹോൾ സ്പൈസസ് എന്നിവ നെയ്യിൽ വഴറ്റി 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എഗ് പീസസ് എന്നിവയും ചേർത്ത് 1.5 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും മല്ലിയിലയും പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി ഇവിടെ റെഡിയാണ്. സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയൊക്കെയാണ് ബിരിയാണി റെഡിയാക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും സൂപ്പറാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.